ഹായ് സ്റ്റുഡൻസ്, നോൺ അക്വസ് ടൈട്രേഷൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ നോൺ അക്വസ് ടൈട്രേഷൻ വാട്ടർ നോട്ട് യൂസ്ഡ്, ആ പേരിൽ തന്നെ ഉണ്ട് നോൺ അക്വസ്. അക്വസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ. നോൺ അക്വസ് മീൻസ് വാട്ടർ നോട്ട് യൂസ്ഡ്. അപ്പം നോട്ട് അക്വസ് ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ നോട്ട് യൂസ്ഡ്, വാട്ടർ യൂസ് ചെയ്യാത്ത ടൈട്രേഷനെയാണ് നോൺ അക്വസ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. The solvent used in non-aqueous titrations are called non-aqueous solvents. അതായത് നോൺ അക്വസ് ടൈട്രേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെൻസിന് പറയുന്ന പേരാണ് നോൺ അക്വസ് സോൾവെൻറ്റ്സ്. These titrations usually carried out by very weak acid or bases because they faces a major problem such as the reactant and product must be insoluble in water or react with water. അതായത് നോൺ അക്വസ് ടൈട്രേഷൻസ് യൂഷ്വലി ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന വെരി വീക്ക് ആസിഡ് ഓർ ബേസിസിലാണ്. കാരണം അത് റിയാക്ട് ചെയ്യും, വാട്ടറിൽ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇൻസോളുബിൾ ഇൻ വാട്ടർ. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. നോൺ അക്വസ് ടൈട്രേഷൻ ആർ ദോസ് ഇൻ വിച്ച് ടൈട്രേഷൻ ഓഫ് വീക്ക്ലി അസിഡിക് ഓർ ബേസിക് സബ്സ്റ്റൻസസ് ആർ ക്യാരിഡ് ഔട്ട് യൂസിങ് നോൺ അക്വസ് സോൾവെന്റ് സോ ആസ് ടു ഗെറ്റ് എ ഷാർപ്പ് എൻഡ് പോയിന്റ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി ടൈട്രോമെറ്റിക് മെത്തേഡ് യൂസ്ഡ് ഫോർ ഫാർമസ്യൂട്ടിക്കൽ അസേസ്. നെക്സ്റ്റ്, ഈ നോൺ അക്വസ് ടൈട്രേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തിയറി ഉണ്ട്. ആ തിയറിയാണ് ബ്രോൺസ്റ്റഡ്-ലോറി തിയറി. ദ നോൺ അക്വസ് ടൈട്രേഷൻസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ യൂസിങ് ബ്രോൺസ്റ്റഡ്-ലോറി തിയറി. ഈ തിയറി അനുസരിച്ച് ആസിഡ് എന്ന് പറഞ്ഞാൽ എനി സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് പ്രോട്ടോൺ ഓർ എ സബ്സ്റ്റൻസസ് വിച്ച് ടെൻസ് ടു ഡിസോസിയേറ്റഡ് ടു ഈൽഡ് എ പ്രോട്ടോൺ. Or base is any substances which can accept a proton or a substances which tends to combine with a proton. അപ്പോൾ ഈ തിയറി അനുസരിച്ച് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ്, ആസിഡ് ഈസ് എനി സബ്സ്റ്റൻസസ് വിച്ച് ഡൊണേറ്റ്, പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് ആസിഡ് എന്ന് പറയുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നോൺ അക്വസ് ടൈട്രേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ബ്രോൺസ്റ്റഡ്-ലോറി തിയറി. ബ്രോൺസ്റ്റഡ്-ലോറി തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമുക്ക് ഇക്വേഷൻ നോക്കാം. എച്ച് ബി ആസിഡ് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് പ്ലസ് ബി മൈനസ്. അതായത് പ്രോട്ടോണെ ആസിഡ് ഡൊണേറ്റ് ചെയ്യും, ബേസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണെ ആക്സെപ്റ്റ് ചെയ്യും. ബി പ്ലസ് എച്ച് പ്ലസ് ഈസ് ഈക്വൽ ടു എച്ച് ബി പ്ലസ് എച്ച് പി എസ് ഒരു പ്രോട്ടോണെ അത് ആക്സെപ്റ്റ് ചെയ്യും. ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസസ് ടു ആക്ട് ആസ് ആസിഡ് ഓർ ബേസ് ഡിപ്പെൻഡ് ഓൺ ദ ചോയ്സ് ഓഫ് സോൾവെൻറ്റ് സിസ്റ്റം. അതായത് സോൾവെൻറ്റ് സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് ആസിഡായിട്ടാണോ ബേസായിട്ടാണോ അത് ആക്ട് ചെയ്യേണ്ടത് എന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് നോൺ അക്വസ് സോൾവെൻറ്റ്സ്. ഫസ്റ്റ് വൺ, ഓർഗാനിക് ആസിഡ് ആൻഡ് ബേസസ് ദാറ്റ് ആർ ഇൻസോളുബിൾ ഇൻ വാട്ടർ ആർ സോളുബിൾ ഇൻ നോൺ അക്വസ് സോൾവെൻറ്റ്. അതായത് വാട്ടറിൽ സോളുബിൾ അല്ലാത്ത ഓർഗാനിക് ആസിഡ് ആൻഡ് ബേസസ് എന്തിൽ സോൾവെൻ്റ് ആയിരിക്കും? നോൺ അക്വസ് സോൾവെൻറ്റിൽ സോളുബിൾ ആയിരിക്കും. Second one, organic acid which is of a comparable strength to water can be titrated easily in non-aqueous solvent. Base also follow the same rule. അതായത് കമ്പാരബിൾ സ്ട്രെങ്ത് ഓഫ് ഓർഗാനിക് ആസിഡിൻ്റെ വാട്ടറിൻ്റെ കമ്പാരബിൾ സ്ട്രെങ്ത് ഓഫ് ഓർഗാനിക് ആസിഡ് നമുക്ക് നോൺ അക്വസ് സോൾവെൻറ്റ് ഉപയോഗിച്ച് ഈസിലി ടൈട്രേറ്റ് ചെയ്യാൻ പറ്റും. ബേസിനും സെയിം റൂളാണ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജ് ഓഫ് നോൺ അക്വസ് സൊല്യൂഷൻ. അത് ഫസ്റ്റ് വൺ, ടെമ്പറേച്ചർ, മോയ്സ്ചർ, കാർബൺ ഡൈ ഓക്സൈഡ് ഷുഡ് ബി കൺട്രോളിൽ. അത് കൺട്രോളിലായിരിക്കണം. സോൾവെൻറ്റ്സ് ആർ എക്സ്പെൻസീവ്. വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഓർഗാനിക് സോൾവെൻറ്റ് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. വോളറ്റൈൽ സോൾവെൻറ്റ്സ് ക്യാൻ പൊല്യൂട്ട് എൻവയോൺമെൻറ്റ്. കൂടാതെ അത് എൻവയോൺമെൻറ്റിൽ അത് പൊല്യൂഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇൻഡിക്കേറ്റർ മസ്റ്റ് ബി പ്രിപ്പയർഡ് ഇൻ നോൺ അക്വസ് മീഡിയം. ഇൻഡിക്കേറ്റർ വാട്ടറിൽ പ്രിപ്പയർ ചെയ്യാൻ പാടില്ല, നോൺ അക്വസ് മീഡിയത്തിൽ തന്നെ ഇൻഡിക്കേറ്റർ പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് സോൾവെൻറ്റ്. മെയിൻലി 4 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ അപ്രോട്ടിക് സോൾവെൻറ്റ്, സെക്കൻഡ് വൺ പ്രോട്ടോഫിലിക് സോൾവെൻറ്റ്, തേർഡ് വൺ പ്രോട്ടോജെനിക് സോൾവെൻറ്റ്, ഫോർത്ത് വൺ ആംഫിപ്രോട്ടിക് സോൾവെൻറ്റ്. അതായത് നോൺ അക്വസ് ടൈട്രേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന 4 ടൈപ്പ് ഓഫ് ദി സോൾവെൻറ്റ്സ് ആണ് ഇത്. നമുക്ക് ഓരോന്ന് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, അപ്രോട്ടിക് സോൾവെൻറ്റ്. അപ്രോട്ടിക് സോൾവെൻറ്റ്സ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോൾവെൻറ്റ് ഇൻ ദിസ് ടൈട്രേഷൻ. These solvents are chemically inert and they act as a catalyst. Like this solvent are increase the rate of speed in reaction or decrease the rate of speed in reaction. During the chemical process or reaction, it depend upon its conditions. Okay, aprotic solvent ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ ടൈട്രേഷൻ യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോൾവെൻ്റ് ആണ് അപ്രോട്ടിക് സോൾവെൻറ്റ്സ്. അത് കെമിക്കലി ഇനേർട്ട് ആൻഡ് കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം അത് നമ്മുടെ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്.
ഓക്കെ, നൈദർ അസിഡിക് നോർ ബേസിക് ആയിരിക്കും, അസിഡിക്കും ആയിരിക്കില്ല, ബേസിക്കും ആയിരിക്കും, ഇനേർട്ട് ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ ക്ലോറോഫോം ആൻഡ് ബെൻസീൻ. നെക്സ്റ്റ് പ്രോട്ടോഫിലിക് സോൾവെൻറ്റ്. പ്രോട്ടോഫിലിക് സോൾവെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിരിക്കും ഇൻ ക്യാരക്ടർ. ശ്രദ്ധിക്കുക, ബേസിക് ഇൻ ക്യാരക്ടർ, റിയാക്ട് വിത്ത് ആസിഡ് ടു ഫോം എ സോൾവേറ്റഡ് പ്രോട്ടോൺ. അതായത് ഈ ബേസിക് സോൾവെൻറ്റ് ഒരു ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഒരു സോൾവേറ്റഡ് പ്രോട്ടോൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, acid plus basic solvent gives solvated proton plus conjugate base. A weakly basic solvent has less tendency than a strongly basic one to accept a proton. അപ്പോൾ വീക്ക്ലി ബേസിക്കിന് ലെസ് ടെൻഡൻസി ആയിരിക്കും സ്ട്രോങ്ലി ബേസിനേക്കാളും പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ വീക്ക്ലി ആസിഡിക് സബ്സ്റ്റൻസിന് ലെസ് ടെൻഡൻസി ആയിരിക്കും ഡൊണേറ്റ് ചെയ്യാൻ, പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യാനും. അതിന് എക്സാമ്പിളാണ് ഈ പ്രോട്ടോഫിലിക് സോൾവെൻസിന് എക്സാമ്പിളാണ് അസറ്റോൺ, പീരിഡിൻ, ലിക്വിഡ് അമോണിയ എക്സെട്ര. കാരണം അത് ബേസിക് ഇൻ ക്യാരക്ടറാണ്. ശ്രദ്ധിക്കുക, ബേസിക് പ്രോട്ടോഫിലിക് സോൾവെൻറ്റ് മീൻസ് ബേസിക് ഇൻ ക്യാരക്ടർ. Second one, protogenic solvent. Protogenic solvents are acidic in nature and they can donate the proton and they enhance the strength of weak bases. പ്രോട്ടോജനിക് സോൾവെൻറ്റ്സ് ആസിഡിക് ആയിരിക്കും ക്യാരക്ടർ, അപ്പോൾ അത് ഡൊണേറ്റ് ചെയ്യും, പ്രോട്ടോനെ ഡൊണേറ്റ് ചെയ്യും, കൂടാതെ ബേസിൻ്റെ സ്ട്രെങ്ത് അത് കൂട്ടുകയും ചെയ്യും. എക്സാമ്പിൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എക്സെട്ര. നെക്സ്റ്റ് ആംഫിപ്രോട്ടിക് സോൾവെൻറ്റ്. ആംഫിപ്രോട്ടിക് സോൾവെൻറ്റ് ആർ ദോസ് സോൾവെൻറ്റ് ദേ വർക്ക് ആസ് എ ബോത്ത് മീൻ പ്രോട്ടോജനിക് ആൻഡ് പ്രോട്ടോഫിലിക്. അതായത് ആംഫിപ്രോട്ടിക് എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടോജനിക്കും പ്രോട്ടോഫിലിക്കായിട്ട് ആക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആംഫിപ്രോട്ടിക് സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ അസിഡിക് ആൻഡ് ബേസിക് ഇൻ നേച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോട്ടോഫിലിക് എന്ന് പറഞ്ഞാൽ ബേസിക്കും പ്രോട്ടോജനിക് എന്ന് പറഞ്ഞാൽ അസിഡിക്കുമാണ്. അപ്പം രണ്ടും കൂടെ ചേർന്നതാണ് ആംഫിപ്രോട്ടിക് എന്ന് പറയുന്നത്. ദേ ആക്സെപ്റ്റ് പ്രോട്ടോൺ ഓർ ഡൊണേറ്റ് ദി പ്രോട്ടോൺ. എക്സാമ്പിൾ വാട്ടർ, ആൽക്കഹോൾ, വീക്ക് ഓർഗാനിക് ആസിഡ് എക്സെട്ര. നെക്സ്റ്റ് acidimetry and alkymetry of non-aqueous titration. Acidimetry means quantitative estimation of basic drug by using acidic titrant. Alkymetry means quantitative estimation of acidic drug by using basic titrant. ഓക്കെ, അതാണ് ആസിഡിമെട്രി ആൽക്കലിമെട്രി എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ആസിഡിമെട്രി മീൻസ് യൂസ്ഡ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് ബേസിക് ഡ്രഗ്. ആൽക്കലിമെട്രി യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് അസിഡിക് ഡ്രഗ്. Titrant used in acidimetry is acidic in nature. Perchloric acid example. Alkymetry titrant use ചെയ്യുന്നത് basic in nature. Sodium methoxide. Protogenic solvent are used. Protophilic solvent are used in alkymetry. Okay. Next, samples which can be determined by acidimetry is ephedrine, morphine, adrenaline and caffeine. Indicator crystal violet, methyl orange ഒക്കെ യൂസ് ചെയ്യും. Alkymetry samples which can be determined by alkymetry: nalidixic acid, fluorouracil, allopurinol, mercaptopurine. Thymol blue, color change pink to blue. ഓക്കെ, ഇത്രയുമാണ് അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അസിഡിമെട്രി ആൽക്കലിമെട്രിക്ക് എക്സാമ്പിൾ നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് എഫിഡ്രിൻ്റെ എസ്റ്റിമേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് 0.1 മോളർ പെർക്ലോറിക് ആസിഡ്. ദെൻ സ്റ്റെപ്പ് 2 ടൈട്രേഷൻ. 0.17 ഗ്രാം എഫിഡ്രിൻ എടുക്കുക, അതിൽ 10 ml മെർക്കുറിക് അസറ്റേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക, വാം ചെയ്യുക. ദെൻ ആഡ് 50 ml ഓഫ് അസറ്റോൺ ആൻഡ് മിക്സ്. ദെൻ ഇൻഡിക്കേറ്റർ 1 ml ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുക, അതായത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് methyl orangine acetone as indicator. Then titrate with 0.1 molar perchloric acid until a red color നമുക്ക് കിട്ടും. ഓക്കെ, അത് വെച്ച് നമ്മൾ എഫിഡ്രിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. എസ്റ്റിമേഷൻ ഓഫ് എഫിഡ്രിൻ. നെക്സ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് സോഡിയം ബെൻസോയേറ്റ്. ഫസ്റ്റ് വൺ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് 0.1 molar perchloric acid solution. Then second one titration 0.25 gram sodium benzoate 20 ml anhydrous glacial acetic acid dissolve ചെയ്യുക. ദെൻ വാം ചെയ്യുക 50 degree സെൽഷ്യസിൽ. ദെൻ ഇഫ് നെസസറി ആൻഡ് കൂൾ ആഡ് ദെൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുക. നാഫ്തോൾ ബെൻസീൻ സൊല്യൂഷൻ ആസ് ഇൻഡിക്കേറ്റർ 1 നാഫ്തോൾ ബെൻസീൻ സൊല്യൂഷൻ. ഓക്കെ, ദെൻ ടൈട്രേറ്റ് ചെയ്യുക. 0.1 മോളാർ പെർക്ലോറിക് ആസിഡ് വെച്ച് ടൈട്രേറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വാല്യൂ കിട്ടി നമ്മൾ എമൗണ്ട് ഓഫ് സോഡിയം ബെൻസോയേറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ.